സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സാന്ത്വന സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് എല്ലാ ബഹുമാനപ്പെട്ട ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സന്തോഷപൂർവ്വം സ്വാഗതം പറയുന്നു. ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനം നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് രാവിലെ നേരം നമ്മൾ ധ്യാനിക്കുവാനായി എനിക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗം ആരംഭമായി നിങ്ങളോട് പറയുകയാണ്. ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നാണെന്ന് എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാം, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, എല്ലാവരോടും പറയാനുള്ളതാണ്. ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഓക്കെ, ഇവിടെ യേശു ശിഷ്യന്മാരോട് മാത്രമായി സംസാരിച്ച വേദവചന ഭാഗമാണിത്. അതിൻ്റെ 1-ാം വാക്യം കൂടി വായിച്ചാൽ നന്നായി. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. മതി. അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ 15 മുതൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ 4 തരം ആൾക്കാരെ കാണാം. നിങ്ങളത് വായിച്ച് നോക്കി പരിശോധിക്കണം. 4 തരം ആൾക്കാർ. 1, ഫലം കായ്ക്കുന്നവർ. 2, അധിക ഫലം കായ്ക്കുന്നവർ. 3, വളരെ ഫലം കായ്ക്കുന്നവർ. 4, ഒരു ഫലവും ഇല്ലാത്തവർ. ഇങ്ങനെ 4 തരം ആൾക്കാരെ കാണാം. സ്തോത്രം. ഇതിന് ക്രിസ്ത്യാനിയായിട്ട് തന്നെ ആ ബന്ധവും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവരുമായിട്ട് ഇതിന് ബന്ധമുള്ളൂ എന്നാ മറുപടി. ഇത് കൃപയുടെ കാലത്തെ യേശുക്രിസ്തുവുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ, യേശുവിൻ്റെ കാര്യപരിപാടിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ലോകഭാവി പരിപാടിയിൽ കൃപായുഗത്തിൽ നടക്കുന്ന കാര്യം. അപ്പോൾ കൃപായുഗത്തിലെ കാര്യമാണ് പറയുന്നത് 4 തരം ആൾക്കാർ. അതുകൊണ്ട് ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? എങ്ങനെ നിങ്ങളെ ധരിപ്പിക്കാം? എനിക്കത് അധികം ബുദ്ധിമുട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നാൻ സാധ്യതയുണ്ട്. എങ്ങനെ ഒന്നാകുക എന്ന്. അത് നമ്മൾ ദൈവത്തിൻ്റെ പ്ലാനിങ്ങിൽ എത്തിപ്പെടാത്തതുകൊണ്ട്, ദൈവത്തിൻ്റെ സഭാപണിയിൽ നമ്മളായിത്തീരാത്തത് കൊണ്ട്, അങ്ങനെ യേശുക്രിസ്തുവുമായി വ്യക്തിബന്ധം വളരെ അപൂർവമായതുകൊണ്ട് നമുക്കുണ്ടാകാവുന്ന ശങ്കയാണത്. അത് ഇതോടുകൂടെ മാറ്റപ്പെടട്ടെ. ആദ്യമായി നമുക്ക് നോക്കേണ്ടത് ക്രിസ്ത്യാനി എന്നുള്ളത് എങ്ങനെ വന്നു? ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും?
അതാണ് വിശദീകരിക്കാൻ ആദ്യം തുടങ്ങുന്നത്. ഇന്ന് മുതൽ ചില ആഴ്ചകളിൽ, ചുരുക്കം ചില സമയമായിട്ട് ഇതൊന്ന് വിശദീകരിക്കാം. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. എന്നിട്ട് ഇവിടേക്ക് തിരിച്ചു വരാം. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ആദ്യം അന്ത്യോക്യയിൽ വെച്ചാണ് ഈ പേര് ലഭിച്ചത്. കാരണം ക്രിസ്തുവിനെ പറയുന്നവർ, ക്രിസ്തുവിൻ്റെ ഉപദേശം പിടിച്ചവർ, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവർ, അങ്ങനെയുള്ള ഈ ശിഷ്യഗണത്തിന് അന്ത്യോക്യക്കാർ ഇട്ടുകൊടുത്തൊരു പേരാണ് ഇവർ ക്രിസ്ത്യാനികളാണെന്ന്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണെന്ന്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ വചനത്തോടും എന്തെങ്കിലും താതാത്മ്യത ഉണ്ടെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ, ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ വചനം ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കണം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. യേശു എന്നെ അനുഗമിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ടില്ല. ദൈവം ആരെയും ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് ആരും ക്രിസ്ത്യാനി എന്ന് പേരിട്ടിട്ടില്ല. പിന്നെ ഇതെന്തായത്? ഇതൊക്കെയാണ് ഇതിനകത്തെ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ. അന്ത്യോക്യക്കാർ യേശുവിനെ പറയുന്നവരും അതിൻ്റെ പിന്നാലെ പോകുന്നവരും അത് വിശ്വസിക്കുന്നവരും ഒക്കെ ആയ ആൾക്കാരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ച ഒരു പേരാണ് ക്രിസ്ത്യാനികൾ. വാക്യം ഒന്നുകൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വരും. 26-ാം വാക്യം. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. യേശുവിന് എല്ലാ കാലത്തും അനുഗമിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാർക്ക് യേശു നൽകുന്ന പേരാണ്, ദൈവം അംഗീകരിക്കുന്ന അനുവദിക്കുന്ന പേരാണ് ശിഷ്യന്മാർ. ആരാണ് ശിഷ്യന്മാർ? ഗുരു ഉള്ളവരാണ് ശിഷ്യന്മാർ. ഏതാണ് ഗുരു? യേശുക്രിസ്തുവാണ് ഗുരു. എന്താണ് ശിഷ്യത്വത്തിൻ്റെ റൂൾസ് അല്ലെങ്കിൽ വ്യവസ്ഥ? അവനെ അനുഗമിക്കുക. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും യേശുവിൻ്റെ കൂടെ നടക്കാമെന്നാണോ? അത് സ്വാഭാവികമായിട്ട് എളുപ്പമുള്ള കാര്യമല്ല. ഇനി അങ്ങനെ ആയാൽ തന്നെ യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് അനുഗമിക്കുക? അക്ഷരീകമായി യേശു ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തോ ചെയ്യും? അവിടെ പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യേശു പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ അവനെ അച്ചടക്കത്തോടെ അനുസരിക്കുക എന്നുള്ളതാണ്. അച്ചടക്കത്തോടെ അനുസരിക്കാൻ ഒരാൾ തയ്യാറായാൽ ആ മനുഷ്യന് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഉറപ്പാണ് നീ യേശുവിന് ശിഷ്യനാണെന്ന്. ആരെയാണ് അന്ത്യോക്യക്കാർ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞത്? ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. പേര് വിളിച്ചവരെയോ അതിൻ്റെ കാരണമോ ഇതൊന്നും അവിടെ രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. ആവശ്യമായ കാര്യങ്ങൾ മാത്രം പരിശുദ്ധാത്മാവ് ജനത്തിന് വേണ്ടി എഴുതിച്ച ഭാഗമാണ്. അന്ത്യോക്യയിൽ വെച്ച് അവർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി, ശിഷ്യന്മാർ ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. അപ്പം ക്രിസ്ത്യാനി സമം ശിഷ്യൻ. തിരിച്ചു പിടിച്ചാൽ ശിഷ്യൻ സമം ക്രിസ്ത്യാനി.
ആ രണ്ട് വാക്കിൽ ഏത് വാക്കിനാണ് തൂക്കം, ഏത് വാക്കിനാണ് ആഴം, ഏത് വാക്കാണ് കറക്റ്റ്? ശിഷ്യൻ എന്നുള്ള വാക്കല്ലേ കറക്റ്റ്? ശിഷ്യൻ എന്നുള്ള വാക്കിനല്ലേ തൂക്കം കൂടുതൽ? ശിഷ്യനല്ലേ അവർ വിളിച്ചത്? അത്രയും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നാം ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. യേശുവിൻ്റെ കൂടെ ശിഷ്യത്വം സ്വീകരിക്കുകയും പിന്നെ ബോധിച്ചതുപോലെ ജീവിക്കുകയാണ് ചെയ്യാൻ പറ്റത്തില്ല. ശിഷ്യന്മാർക്ക് അത് പറ്റത്തില്ല. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ തെളിവിന് വേണ്ടി മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ ഒന്ന് വായിച്ച്. 18 മുതൽ 28-18. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ശിഷ്യന്മാർ നിൽക്കുമ്പോൾ ഈ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് യേശു ചെന്ന കാര്യമാണ്. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. ആകയാൽ എനിക്ക് 2 രാജ്യത്തിൻ്റെ അധികാരം ലഭിച്ചതുകൊണ്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾ പുറപ്പെടുക. സ്വർഗത്തിൻ്റെ അധികാരം, ഭൂമിയുടെ അധികാരം. പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. നോക്കുക, യേശുവിൻ്റെ ഒടുവിലത്തെ കൽപ്പന. യേശു സ്വർഗത്തിൽ പോകാൻ സമയമായി. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരെ കണ്ടപ്പോൾ അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് സ്നാനം കഴിപ്പിക്കണം. സ്നാനമെന്ന് കേൾക്കുമ്പോൾ തന്നെ ക്രിസ്ത്യാനികൾക്ക് അലർജിയാണ്. അവരുടെ മുഖഭാവം മാറും, സ്വരം മാറും. വലിയൊരു പാതകമാണെന്നാണ് അവരുടെ വിചാരം. എന്തോ ഒരു വലിയ അവഹേളനമായിട്ടാണ് അവരതിനെ കാണുന്നത്. യേശു വിശ്വസിക്കുന്നു പറയുകയും ചെയ്യും. ഇതൊരു കഷ്ടം. എന്താണ് ഞാൻ പറയുന്നത്? യേശു സ്നാനപ്പെട്ടോ ഇല്ലയോ? യേശു ദൈവപുത്രനാണല്ലോ. സ്ത്രീ പുരുഷ സമ്പർക്കമില്ലാതെ മറിയയിൽ കൂടെ വന്നവനാണല്ലോ. ഭൂമിയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചിട്ടുള്ളതിൽ യേശുവിനെ പോലെ വിശുദ്ധ പ്രജ ആരുമില്ലല്ലോ. വിശുദ്ധ പ്രജയായി ജനിക്കും. വിവാഹിതയാകാത്ത സ്ത്രീയിൽ നിന്ന് ജനിക്കും. അങ്ങനെ ദൈവനിയോഗത്താൽ ജനിക്കും. അങ്ങനെ ജനിച്ച യേശു, പാപത്തിൻ്റെ കറ പുരളാത്ത യേശു, ലോകത്തിൻ്റെ മാലിന്യം തീണ്ടാത്ത യേശു സ്നാനപ്പെട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ യേശുവിനെ ആരും സ്നാനപ്പെടുത്തും? ഇത്രയും മഹാനായ, വിശുദ്ധിയിൽ അതിഭയങ്കരനായ, ദൈവമായിരുന്നവനായ യേശുവിനെ ആരും സ്നാനപ്പെടുത്തും? ദൈവം അതിന് പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യരാരും ഒരളവിൽ യേശു ഒരുക്കിയ പദ്ധതി അല്ല, ദൈവം ഒരുക്കിയ പദ്ധതിയാണ്. യേശു ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് 6 മാസം മുമ്പ് യോഹന്നാൻ സ്നാപകനെ ഭൂമിയിലേക്ക് അയച്ചു. എന്ന് പറഞ്ഞാൽ യേശു മറിയയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് 6 മാസം മുമ്പ് ആരംഭിച്ചു. യോഹന്നാൻ ശുശ്രൂഷ ആരംഭിച്ചു. യോർദാൻ നദിയിൽ പാവ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരെ സ്നാനപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ് യോഹന്നാൻ സ്നാപകൻ. അത് സിനിമാക്കാർ സ്നാപകയോഹന്നാൻ്റെ പടം വെച്ച് പേര് പറഞ്ഞ് സിനിമ നടത്തുന്ന കാര്യമല്ല പറഞ്ഞ്. യോഹന്നാൻ സ്നാപകനെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ഇതാണ്. പ്രസംഗിക്കുക. എന്ത് പ്രസംഗിക്കണം? ഏത് വിഷയം പ്രസംഗിക്കണം? ആര് പറഞ്ഞിട്ട് പ്രസംഗിക്കണം? പിതാവാം ദൈവം അരുളി ചെയ്തതുകൊണ്ട്, ഓർപ്പിച്ചതുകൊണ്ട് ഇന്നടുത്ത് വെച്ച് യോഹന്നാൻ സ്നാപകനെ
യഹോവയുടെ അരുളപ്പാടുണ്ടായി. ആ അരുളപ്പാട് പ്രസംഗിച്ച കൂട്ടത്തിൽ പറയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപബോധം വന്നവരും വിശ്വസിച്ചവരുമായ ആൾക്കാർ വന്ന് യോഹന്നാൻ്റെ കയ്യിൽ സ്നാനപ്പെടുന്നു. സ്നാനം നടക്കുന്നു എന്ന് ദൈവം കണ്ടറിഞ്ഞപ്പോൾ യേശുവിനെ അവിടേക്ക് അയച്ചു. യേശു യോർദാനാറ്റിങ്കിൽ വന്നു. ദീർഘദൂരം നടന്നാണ് വന്നത്. കിലോമീറ്റർ പറയുന്നതിൽ പെശക് വന്നെങ്കിലോ എന്ന് പേടിച്ചിട്ട് കിലോമീറ്റർ പറയുന്നില്ല, അത്രയും ദൂരം നടന്നാണ് വന്നേ. യേശു സ്നാനത്തിന് വേണ്ടി ചെന്നു. ഇടവേള വിട്ടിട്ട് പറയട്ടെ, യേശു സ്നാനപ്പെട്ടു, കയറി. സ്വർഗത്തിൽ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. എല്ലാവരും കേൾക്കേ വന്നതാ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 2 വാക്കുകൾ സ്റ്റേറ്റ്മെൻ്റായിട്ട് വന്നു. ഉടനെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, യേശുവിൻ്റെ മേൽ വസിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ തുണ, പിതാവാം ദൈവത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, യോഹന്നാൻ സ്നാപകൻ്റെ കയ്യിൽ സ്നാനം, ഇത്രയും ചെയ്ത് എളിമത്വം കാണിച്ച, വിനയം കാണിച്ച, അനുസരണം കാണിച്ച യേശു ന്യായപ്രമാണ നിയമപ്രകാരം മാതാപിതാക്കളായിരുന്ന യോസേപ്പും മറിയയും യേശുവിനെയും കൊണ്ട് ദൈവാലയത്തിൽ പോയി ആണായി പിറക്കുന്നവരെല്ലാം 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കണമെന്നുള്ള ന്യായപ്രമാണ നിയമം പാലിച്ച യേശു ജനിച്ചിട്ട് 8-ാം നാളിൽ ഇവർ കൊണ്ടുപോയി അവർ പരിച്ഛേദന കഴിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അത് പ്രമാണിച്ചു. ഇവിടെ വന്നപ്പോൾ ഇത് പ്രമാണിക്കണം. ഇത് പുതിയ സഭ തുടങ്ങുന്നതിന് ആണിക്കല്ലാണ്, ആദ്യകല്ലാണ്, മൂലക്കല്ലാണ്, അടിസ്ഥാന കല്ലാണ്. അത് നനഞ്ഞേ പറ്റൂ. അത് ദൈവ നിയമത്തിൻ്റെ പ്രഖ്യാപനമാണ്. യേശു സ്നാനപ്പെട്ടു. അങ്ങനെ വന്ന യേശുവിനെ അനുഗമിക്കുന്നവരാണ് ശിഷ്യന്മാർ. ആ ശിഷ്യന്മാർ ഇത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ യേശു ആരുടെ ഗുരുവാ? ആ ശിഷ്യന്മാർ ക്രിസ്ത്യാനിയാകണമെങ്കിൽ യേശുവിനെ അനുസരിക്കണ്ടേ? എന്തോ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രയും കാലം കൊണ്ട്. ഈ യേശുവിനെ തള്ളി പറയണോ, സ്വീകരിക്കണോ? നിങ്ങൾ എങ്ങനെ ചെയ്താലും വേണ്ടില്ല, ഞാൻ തള്ളി പറയില്ല. ഞാൻ സ്വീകരിച്ചതാണ്. എൻ്റെ ഓർമ്മയുള്ള കാലം വരെ അത് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയുള്ള യേശുവിനെ പിൻപറ്റുന്ന ശിഷ്യന്മാർ, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും, സ്നാനം കഴിപ്പിക്കുന്നതിന് മുമ്പ് പറയേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് കുറേ വിശ്വാസികളെ ആക്കി തീർക്കുവിൻ. അതല്ല പറഞ്ഞ്, ശിഷ്യന്മാരാക്കുവിൻ, എൻ്റെ ശിഷ്യന്മാരാക്കുവിൻ. ആരാണ് ക്രിസ്ത്യാനി? ശിഷ്യൻ. ആരാണ് ശിഷ്യൻ? ഗുരുവുള്ളവൻ. എങ്ങനെയാണ് ശിഷ്യൻ? അനുസരിച്ചതുകൊണ്ട്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ആരാണ് ശിഷ്യൻ? ക്രിസ്ത്യാനി ശിഷ്യൻ. ശിഷ്യനല്ലെങ്കിൽ അവൻ ആരല്ല? ക്രിസ്ത്യാനിയല്ല. വെറുതെ ടൈം വേസ്റ്റാക്കണ്ട, കാലം നഷ്ടപ്പെടുത്തണ്ട. അപ്രയോജനമാണ്, ഗുണമില്ല, ഫലമില്ല. പാപത്തിൻ്റെ മേലുള്ള ന്യായവിധി പൊതുവേ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അത് ഡബിളാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ബന്ധം എന്ന് ഞാൻ പറഞ്ഞു വരുമ്പോൾ ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നാണ്. ആ ഒന്നാകുന്നതിൻ്റെ വാക്യ വായിച്ചു വെച്ചത് യോഹന്നാൻ 15:5. യേശു സ്നാനപ്പെട്ട വർത്തമാനമൊക്കെ പറയുകയാണെങ്കിലുണ്ടല്ലോ, ഞാൻ തന്നെ അങ്ങ് ദൈവാത്മാവിൽ നിറഞ്ഞ് ഇവിടെ തുള്ളിപ്പോവും. അതൊക്കെ അവിടെ വിട്ടുകളഞ്ഞു ഞാൻ. സമയം അനുവദനമില്ല. ഇവിടെ ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നാന്ന് പറഞ്ഞപ്പോൾ
ക്രിസ്തുവിൻ്റെ തുടക്കം ഇവിടെയാണ്. ഇവിടെ അങ്ങനെ തുടങ്ങിയ ക്രിസ്തുവിനെ അനുഗമിച്ച ആൾക്കാർക്ക് അന്ത്യോക്യയിൽ വെച്ച് ആ ദേശക്കാർ ഇട്ടുകൊടുത്ത വിളിക്കപ്പെട്ട പേരാണ് ക്രിസ്ത്യാനി. 1 പത്രോസ് 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പത്രോസ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 4:16. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. നാം ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. അപ്പൊ പത്രോസ് അങ്ങനെ ക്രിസ്ത്യാനി അംഗീകരിച്ച് എഴുതിയെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി എങ്ങനെ അപലപിച്ചാൽ എന്നാന്ന് എന്നോട് ചോദിച്ചാൽ, ഞാൻ അപലപിച്ചില്ലെന്നത് ഒരു കാര്യം. പത്രോസ് എഴുതാൻ കാരണം മറ്റൊന്ന്. അതെന്താണ് ഈ മറ്റൊന്ന്? ആ മറ്റൊന്നെന്ന് പറയുന്നത്, പത്രോസ് എഴുതാൻ കാരണം അന്ന് പലതരം ക്രിസ്ത്യാനി ഇല്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഒരു തരമേ ഉള്ളൂ. ആ ഒരു തരം ശിഷ്യന്മാരുടെ കൂട്ടമാണ്. ശിഷ്യന്മാരുടെ കൂട്ടത്തിന് വിളിക്കാൻ എളുപ്പത്തിന് പൊതുവെ കിട്ടിയ ഒരു സൽപ്പേരാ ക്രിസ്ത്യാനി. ആ ക്രിസ്ത്യാനിയെക്കുറിച്ച് പത്രോസ് എഴുതുമ്പോൾ പറയുകയാണ്, ക്രിസ്ത്യാനി ആയിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. സ്തോത്രം, സ്തോത്രം. ജന്മം കൊണ്ട് ആരും ക്രിസ്ത്യാനിയല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചു പോയതാണ്. ജന്മം കൊണ്ടെല്ലാം പാപികളുടെ കൂട്ടമാണ്. വളർച്ചയിലും അങ്ങനെ തന്നെ, ജീവിതത്തിലും അങ്ങനെ തന്നെ. എന്നാൽ മാനസാന്തരപ്പെട്ടവർ ക്രിസ്ത്യാനികളാകാം. മാനസാന്തരപ്പെട്ടപ്പോൾ യേശുവിന് ശിഷ്യനായി, യേശുവിൻ്റെ കൽപ്പന പ്രമാണിച്ചു. യേശു സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ പ്രസംഗം ആരംഭിച്ചു. ആരംഭിച്ച പ്രസംഗം കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാലും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. നോക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്ന്. എങ്ങനെ ക്രിസ്ത്യാനി ഉണ്ടായി? ശിഷ്യനുണ്ടായപ്പോൾ അവന് കിട്ടിയ പേരാ ക്രിസ്ത്യാനി. എങ്ങനെ ശിഷ്യനുണ്ടായി? ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുക. അങ്ങനെ ദൈവകൽപ്പനയ്ക്ക് കീഴടങ്ങിയവർ, ദൈവവചനം അനുസരിക്കുന്നവർ, അവരാണ് ക്രിസ്ത്യാനികൾ. അത് ഗുരു കാണിച്ചത് സ്വീകരിക്കണം. ഗുരു 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. പുസ്തകത്തിലുള്ള കാര്യമാണ്. ശിഷ്യൻ സ്നാനപ്പെട്ടില്ല. നീ എവിടുത്തെ ശിഷ്യനാ? ആരുടെ ശിഷ്യനാ? MLA-യുടെയോ MP-യുടെയോ മന്ത്രിമാരുടെയോ അല്ല മറ്റാരുടെയെങ്കിലുമൊക്കെ ഓഫീസേഴ്സിൻ്റെയോ ശിഷ്യനായിരിക്കാൻ കൊള്ളാം. യേശുവിൻ്റെ ശിഷ്യനല്ല. യേശുവിൻ്റെ ശിഷ്യൻ യേശുവിനെ അനുസരിക്കുന്നവനാണ്. ശിഷ്യൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനി ശിഷ്യനുമാണ്. തെറ്റിപ്പോകണ്ട. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ആ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് പോയിട്ട് അവസാനിപ്പിക്കാം. 4 തരം ആൾക്കാർ. ഒന്നാമത്തെ ആൾക്കാർ 2-ാം വാക്യത്തിലുണ്ട്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കാത്ത കൊമ്പ് നീക്കിക്കളയുന്നു. അടുത്തത് കായ്ക്കുന്നതൊക്കെയും അധികം ഫലം. അപ്പോൾ കായ്ക്കുന്നതുണ്ട്, അതാണ് ഫലമുള്ളത്. ഫലമുള്ളത് കായ്ക്കുന്നത്. രണ്ടാമത്തത് അധിക ഫലം കായ്ക്കുവാൻ. 2-3 വാക്യം. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. കായ്ക്കുന്നതിനെ കുറിച്ചുള്ള പ്ലാനിങ് ഇത് പോരാ, ഇങ്ങനെ പോരാ, ഇത്രയും പോരാ, അതൊന്ന് വെടിപ്പാക്കണം. ചെത്തുമ്പോൾ ചെടിയാണെങ്കിലും ജീവനുള്ള ചെടിയായതുകൊണ്ട് അതിന് വേദന ഉണ്ടാവും, പശ വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും, നൊമ്പരം ഉണ്ടാവും. അപ്പോൾ അധിക ഫലം. അടുത്തത് താഴോട്ട് വായിച്ചോ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ. നിർത്തിക്കേ. ഇതാണ് ഒന്നെന്ന് പറഞ്ഞത്.
ഞാനിതാരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാനിരുന്ന് പഠിച്ചു, പ്രാർത്ഥിച്ചു, പിന്നെയും പഠിക്കും, പിന്നെയും പ്രാർത്ഥിക്കും, അനേക പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യും. ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചു തരും. ദൈവാത്മാവ് പഠിപ്പിച്ചു തന്നാൽ അതിനകത്ത് പതിരുണ്ടാവില്ല, തെറ്റുണ്ടാവില്ല. എനിക്ക് തോന്നുന്നതല്ല. ഞാനൊരു തീരുമാനം എടുത്തങ്ങ് എന്ന് വെച്ചാൽ അത് നടപ്പിൽ വരുത്തുന്നതിന് പ്രാർത്ഥിക്കുകയല്ല. പോട്ടെ. അപ്പോൾ ഒരു തോട്ടം, ഒരു കൃഷി, ഒരു മുന്തിരിവള്ളി, ഒരു ശാഖ അഥവാ കൊമ്പ്, ഇങ്ങനെ എടുത്താട്ടെ. ഒരു തോട്ടത്തിൻ്റെ ഉടമ ദൈവം, മുന്തിരിവള്ളി യേശുക്രിസ്തു, നട്ടത് ദൈവം, ശാഖകളാകുന്നത് ആ ചെടിയുടെ സ്വഭാവം. അങ്ങനെ ശാഖകൾ അഥവാ കൊമ്പുകൾ നീട്ടി, ആ കൊമ്പുകളിൽ ഫലം. ആ കൊമ്പാണ് നിങ്ങൾ അഥവാ വിശ്വാസികൾ, ശിഷ്യന്മാർ. ആ കൊമ്പുകൾ, അപ്പോൾ കൊമ്പ്, വള്ളി, തോട്ടം, ഇത് മൂന്നാണോ ഒന്നാണോ? ചിന്തിക്കുക. അതാണ് ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്ന്. ടച്ചില്ലാത്തത് അഥവാ ബന്ധമില്ലാത്തത്, ചേരാത്തത്, ഇണങ്ങാത്തത്, യോജിക്കാത്തത്. 6-ാം വാക്യം. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ഇതാണ് 3-ാമത്തെ ടൈപ്പ് പുറത്തേക്ക് പറയുന്നത്. കാരണം അവനുടെ ആരെങ്കിലും കെയറോബിൽ വന്നതാണ്. അല്ലാതെ ക്രിസ്തുവിനെ മനസ്സിലാക്കി ക്രിസ്തുവിനെ പിൻപറ്റാൻ വന്നതല്ല. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ, നാട്ടുകാരെ, വീട്ടുകാരെ, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ, വീട്ടിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയൊക്കെ വന്നതാണ്. അവനെ പുറത്തേക്ക് കളഞ്ഞിട്ട് എന്താകുന്നു? അവൻ ഉണങ്ങുന്നു. പിന്നെ എന്താകുന്നു? അവന് അത് വെന്തു പോകുന്നു. അത് തീയിലേക്കുള്ളതാണ്. അപ്പം തീയിലേക്കുള്ളതും ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങളാരും അതിൽ പെടാതിരിക്കട്ടെ. പേരുകൊണ്ട് മുന്തിരിവള്ളിയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാന്ന് പറയാം. നേരുകൊണ്ട് ക്രിസ്തുവായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് നീ ഉണങ്ങിപ്പോകും, നീ തീയിലിടും, വെന്തു പോകും. ഇനി വാക്യം 8. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ. മതി, സമയം പോയി. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. വളരെ ഫലം കായ്ക്കുന്നത് കൊണ്ട് എൻ്റെ ശിഷ്യന്മാരാകും. യേശുവിൽ വസിക്കുന്നവനിൽ ഫലമുണ്ട്. അത് ഫലം പുറപ്പെടുവിക്കും. മറ്റനേകർക്ക് ഫലകരമാകും, പ്രയോജനമാകും, ഉപയോഗമാകും, ഉപകാരമാകും. അതാണ് 4-ാമത്തെ തരം. ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ കാണും, നിശ്ചയമാണ്. ചിലപ്പോൾ പുറത്തു കളയുന്ന കൂടുതലാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ദൈവം തീരുമാനിക്കട്ടെ. ഞാനിവിടെ നിർത്തുന്നു, അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.